പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബസർ വെർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വഗ്ബി. നമുക്ക് പ്രാർത്ഥനയോടെ നമുക്ക് തുടങ്ങാം. Pater noster qui es in calis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum da nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. Amen. കോവിഷീൽഡ് ഒടുവിൽ കമ്പനി കുറ്റസമ്മതം നടത്തി. കോവിഷീൽഡിന് പാർശ്വഫലങ്ങൾ ഏറെ എന്ന് കമ്പനി കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു. കോവിഡ് പ്രതിരോധ വാക്സിനായ കോവിഷീൽഡ് സ്വീകരിച്ചവരിൽ രക്തം കട്ടപിടിക്കാനും പ്ലേറ്റ്ലെറ്റിൻ്റെ എണ്ണം കുറയാനും സാധ്യതയുണ്ടെന്ന് സമ്മതിച്ച് നിർമ്മാതാക്കളായ ആസ്ട്രസെനക്ക കമ്പനി കോവിഷീൽഡ് ഫലമുണ്ടെന്ന് ആദ്യമായാണ് കമ്പനി സമ്മതിച്ചിരിക്കുന്നത്. ഇപ്പം എങ്ങനെയുണ്ട് കാര്യങ്ങൾ? എത്ര പേര് നിങ്ങൾ നിർബന്ധിച്ചു ഇതെടുക്കാൻ വേണ്ടിയിട്ട്? എത്ര ആരോഗ്യ പ്രവർത്തികൾ നിങ്ങളെ ഭീഷണിപ്പെടുത്തി? ഈവൻ വിദ്യാഭ്യാസ മന്ത്രി പോലും അന്നത്തെ സമയത്ത് കുത്തിവയ്പ്പ് എടുക്കാത്ത അധ്യാപകരുടെ പേര് പുറത്ത് വിടുമെന്ന് പറഞ്ഞ് ഭീഷണി പോലും മുഴക്കി. ഇതിന് ഇനി ആര് സമാധാനം പറയും? എത്ര യുവാക്കളാണ് കുഴഞ്ഞു വീണ് മരിക്കുന്നത്? അതെല്ലാം ജിമ്മിൽ പോയി ആരോഗ്യം പരിരക്ഷിക്കുന്ന യുവാക്കളാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. ഇതിനെല്ലാം ആരെ സമാധാനം പറയും? ഇതിനൊന്നും ഒരു പഠനങ്ങളും നടത്തിയിട്ടില്ല. ചിലർ കുത്തിവയ്പ്പെടുത്ത് അതേ ദിവസം തന്നെ കുഴഞ്ഞു വീണ് മരിച്ചു. ചിലർ ഒരാഴ്ച, രണ്ടാഴ്ച, ചിലർ 1-2 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. ഇതൊന്നും ആരും പഠന വിധേയമാക്കുന്നേയില്ല. എന്നിട്ടൊരു പുതിയ പേര് അതിനെ വിളിച്ചു, സഡൻ അഡൽട്ട് ഡെത്ത് സിൻഡ്രോം, സാഡ്സ്. പെട്ടെന്ന് ഒരു കാരണമില്ലാതെ, അതായത് പെട്ടെന്ന് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ റൂമിലൊരു ആന പ്രത്യക്ഷപ്പെടുകയാണ്. അതുപോലെ ഒരു കാരണമില്ല, ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീഴും. ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുമ്പം കുഴഞ്ഞു വീഴും. ജിമ്മിലൊന്ന് വാമപ്പ് ചെയ്യുമ്പം കുഴഞ്ഞു വീഴും. പിന്നെ എന്തിനാണ് ജിമ്മിൽ പോകുന്നത്? ഇത്രയും കാലമില്ലാത്ത കാര്യം. ഇത്രയും കാലം ആരും ജിമ്മിൽ പോയില്ലേ? ജിമ്മിൽ പോകുമ്പോൾ കുഴഞ്ഞു വീഴുന്നു. പള്ളിയിൽ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീഴുന്നു. കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൈദികർ കുഴഞ്ഞു വീഴുന്നു. ഇതെല്ലാം ഈ സംഭവത്തിൻ്റെ കാരണമാണെന്ന് പലതവണ പലരും പറഞ്ഞപ്പോഴും അവരെല്ലാവരും പറഞ്ഞത് അത് കോവിഡ് വൈറസിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ്. ഇപ്പം എന്ത് പറയുന്നു നിങ്ങൾ? ഇത്രയും ജനകോടികളെ കൊലക്ക് കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ സമയം 7:49. ഒരു 7:30 ആ സമയത്ത് 24 ന്യൂസിൽ വന്ന വാർത്തയാണ്, ആസ്ട്രാസെനക്ക കമ്പനി കോവിഷീൽഡ് കുത്തിവെപ്പ് പിൻവലിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇത് ലോകത്തിൽ ലഭിക്കില്ല. ഈ വാക്സിൻ ഇനി നിങ്ങൾക്ക് ലഭിക്കില്ല. പിൻവലിച്ചു. ആര് സമാധാനം പറയും? എത്ര ആരോഗ്യ പ്രവർത്തകർ നിങ്ങളെ ഭീഷണിപ്പെടുത്തി? ഈവൻ നമ്മുടെ ഗവൺമെൻറ് സിസ്റ്റം പോലും ഭീഷണിപ്പെടുത്തി. ഈ കോവിഡ് വാക്സിൻ എടുക്കേണ്ട വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ അവിടെ എഴുതി കാണിക്കുന്നുണ്ട്, ഇത് വോളണ്ടറി എടുക്കേണ്ടതാണ്, സ്വന്തം ഇഷ്ടപ്രകാരം എടുക്കേണ്ടതാണ്, നിർബന്ധമില്ല എന്ന്. എന്നാൽ നിങ്ങളെ പറഞ്ഞ് പറ്റിച്ച് പലരും എടുപ്പിച്ചു. കോവിഷീൽഡ് വാക്സിൻ്റെ 2022 നവംബർ മാസം 29 വന്ന വാർത്തയാണ്. പൊതുജനാരോഗ്യ കണക്കിലെടുത്ത് വാക്സിൻ കുത്തിവയ്പ്പ് പ്രോത്സാഹിപ്പിച്ചെങ്കിലും നിർബന്ധമാക്കിയിട്ടില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം സുപ്രീം കോടതിയെ അറിയിച്ചു. വാക്സിൻ എടുത്ത് കുത്തിവയ്പ്പെടുത്ത് ആരോ മരിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ കോടതിയിൽ കേസ് കൊടുത്തു. കോടതിയിൽ കേസ് കൊടുത്തപ്പോൾ സർക്കാർ പറഞ്ഞ കാര്യമാണ്, വാക്സിൻ നിർബന്ധമല്ല, ബാധ്യത ഏറ്റെടുക്കില്ല. ഏതെങ്കിലും സ്വകാര്യ കമ്പനിക്കാർ വാക്സിൻ ഉണ്ടാക്കിയെന്ന് വെച്ച് ഞങ്ങൾ എന്തിന് പരിഹാരം കൊടുക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത്. അതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ഇതാണ്, വാക്സിൻ കുത്തിവയ്പ്പ് യജ്ഞത്തിൽ പങ്കെടുക്കുമ്പോൾ ആ വാക്സിനെക്കുറിച്ച് ബോധ്യമുണ്ടായിരിക്കണം. എങ്ങനെയുണ്ട്? ഇതിന് മുൻകൂർ അനുമതിയുടെ ആവശ്യമില്ല തുടങ്ങിയ വാദങ്ങളോടെയാണ് സർക്കാർ സത്യവാങ്മൂലം നൽകിയത്. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ഇതൊരു വഞ്ചനയാണ്. ഈ രീതിയിലാണ് ലോകത്തെ പല കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. അന്ന് ഈ സത്യത്തിന് വേണ്ടി നിലനിന്ന് ഇതെടുക്കില്ല എന്ന് തീരുമാനിച്ചവർക്കൊരു ബിഗ് സല്യൂട്ട് ഞാൻ നൽകുകയാണ്. നിങ്ങൾ ഒരുപാട് സാധനത്തിലൂടെ കടന്നുപോയി, ഒരുപാട് പേര് നിങ്ങളെ ഒറ്റപ്പെടുത്തി. അപ്പോഴെല്ലാം നിങ്ങൾ ദൃഢമായി നിന്നതിനും, അതുപോലെ സാമുവൽ ജോർജ് എന്ന് പറഞ്ഞൊരു, സാമുവൽ ജോർജ് എന്നാണെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹമൊക്കെ യൂട്യൂബിലൂടെയൊക്കെ നിരന്തരം ഇതിനെപ്പറ്റി ബോധവൽക്കരണം നടത്തിയിരുന്നു. ഇനി കത്തോലിക്കർക്ക് കുറച്ച് കാര്യം പറഞ്ഞു തരാം.
കോവിഷീൽഡ് വാക്സിനിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം. 0.5 മില്ലി ഡോസ് കോവിഡ് വാക്സിനിൽ എന്തൊക്കെയുണ്ട് നമുക്ക് ഡീറ്റെയിൽസ് അവിടെ കാണാം. GMO HEK293 എന്ന് നമുക്ക് കാണാം. എന്താണ് HEK293? HEK293 എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ എംബ്രിയോണിക് കിഡ്നി 293 എന്ന് പറഞ്ഞാൽ 293ാമത്തെ പരീക്ഷണം. എന്താണ് HEK293? 1970കളിൽ ഉദരത്തിൽ വെച്ച് മനഃപൂർവ്വം കൊലപാതകം ചെയ്ത ഒരു പെൺകുട്ടിയുടെ കിഡ്നിയുടെ സ്റ്റെം സെൽ എടുത്തിട്ടാണ് ഈ സാധനം ഉണ്ടാക്കി നിങ്ങളുടെ ശരീരത്തിൽ കുത്തിവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയിൽ നിങ്ങൾ ഈ ശബ്ദം കേട്ടിട്ടുണ്ടാവില്ല. വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് കസാഖിസ്ഥാനിലെ അസ്താന രൂപതയിലെ സഹായമെത്രാനായ ബിഷപ്പ് അത്തനേഷ്യസ് സ്നൈഡർ ഈ കുത്തിവെപ്പ് വരുന്നതിന് മുൻപേ അദ്ദേഹം പറഞ്ഞു, ജയിലിലടക്കേണ്ടി വന്നാലും ഭ്രൂണ അവശിഷ്ടങ്ങൾ കൊണ്ടുള്ള കുത്തിവെപ്പ് കത്തോലിക്കരെടുക്കരുത്. നമ്മുടെ കേരളത്തിൽ നടന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. അന്ന് കോവിഡ് കുത്തിവെപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ KCBC പ്രോ ലൈഫ് സമിതി ചെയ്ത കാര്യം വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. അവരിങ്ങനെയാണ് പറഞ്ഞത്: അർഹതയുള്ള മുഴുവൻ വ്യക്തികൾക്കും ഏറ്റവും വേഗത്തിൽ കോവിഡ് വാക്സിൻ സൗജന്യമായി നൽകാൻ സർക്കാർ ശ്രദ്ധിക്കണമെന്ന് KCBC പ്രോ ലൈഫ് സമിതി ആവശ്യപ്പെട്ടു. വാക്സിൻ എല്ലാവരിലേക്കും എത്തിക്കാൻ സാമ്പത്തിക ശേഷിയുള്ള വ്യക്തികളും പ്രസ്ഥാനങ്ങളും സർക്കാർ സംവിധാനങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വരണമെന്ന് പ്രസിഡന്റ് സാബു ജോസ് പറഞ്ഞു. എങ്ങനെയുണ്ട്? പ്രോ ലൈഫ് സമിതി, ജീവൻ്റെ മൂല്യത്തെ ഉയർത്തിപ്പിടിക്കേണ്ട സമിതി, ഭ്രൂണാവശിഷ്ടമുള്ള, ഇതിനു വേണ്ടി കൊലപാതകം ചെയ്ത 1970കളിൽ കൊന്ന ഒരു പെൺകുട്ടിയുടെ ഭ്രൂണം എടുത്തുണ്ടാക്കി ഈ കുത്തിവെപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് സൗകര്യം ചെയ്തു കൊടുക്കുന്ന KCBC പ്രോ ലൈഫ് സമിതി. കത്തോലിക്ക തിരുസഭയുടെ യുവജന മതബോധന ഗ്രന്ഥം UCAT, അതിൽ ഈ 385ാമത്തെ ക്വസ്റ്റ്യൻ ഇപ്രകാരമാണ് ചോദിക്കുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. അതിപ്രകാരം ചോദിക്കുന്നു: ജീവനുള്ള ഭ്രൂണങ്ങളിലും ഭ്രൂണത്തിൻ്റെ സ്റ്റെം സെല്ലുകളിലും പരീക്ഷണം നടത്താമോ? ആൻസർ: ഇല്ല. ഭ്രൂണങ്ങൾ മനുഷ്യജീവികളാണ്. എന്തെന്നാൽ ബീജവും അണ്ഡവും പരസ്പരം ലയിക്കുമ്പോൾ മനുഷ്യജീവൻ ആരംഭിക്കുന്നു. ജീവശാസ്ത്രപരമായ വസ്തുവായി ഭ്രൂണങ്ങളെ പരിഗണിക്കുന്നതും അവയെ ഉൽപ്പാദിപ്പിക്കുന്നതും അവയുടെ സ്റ്റെം സെല്ലുകളെ ഗവേഷണത്തിനായി ഉപയോഗിക്കുന്നതും തികച്ചും അധാർമികമാണ്. നീ കൊല്ലരുത് എന്ന കൽപ്പനയുടെ കീഴെ വരുന്നതുമാണ്. ഇനി ഇതിനെക്കുറിച്ച് ആ സമയത്ത് വത്തിക്കാൻ പറഞ്ഞ കാര്യം അങ്ങേയറ്റം വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. വത്തിക്കാൻ പറഞ്ഞത്: The Vatican CDF says the use of anti-COVID vaccine morally acceptable for the good of common good. എല്ലാവരുടെയും പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ട് കുത്തിവെപ്പ് എടുക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് വത്തിക്കാൻ. പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ട്. UCAT വീണ്ടും എടുക്കാം. 292ാമത്തെ ക്വസ്റ്റ്യൻ ഇപ്രകാരമാണ് പറയണത്: നന്മ പുറപ്പെടുവിക്കുന്നതിന് വേണ്ടി ഒരു തിന്മ ചെയ്യാമോ? ആൻസർ: ഇല്ല. നന്മ പുറപ്പെടുന്നതിന് വേണ്ടി ഒരിക്കലും തിന്മയായത് ചെയ്യുകയോ സഹിച്ചു കൊടുക്കുകയോ ചെയ്യാൻ പാടില്ല. ലക്ഷ്യം മാർഗത്തെ നീതീകരിക്കുന്നില്ല. ഒരുവൻ തൻ്റെ വിവാഹം സുസ്ഥിരമാക്കാൻ അവിശ്വസ്തത കാണിക്കുന്നത് ശരിയല്ല. ഇതുപോലെ തന്നെ തെറ്റാണ് ഭ്രൂണങ്ങൾ സ്റ്റെം സെൽ ഗവേഷണത്തിന് ഉപയോഗിക്കുന്നത്. അതുവഴി വൈദ്യശാസ്ത്രത്തിന് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞാൽ പോലും അത് തെറ്റാണ്. എങ്ങനെയുണ്ട്? ഇങ്ങനെ തോന്നുന്ന പോലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നിയമങ്ങൾ മാറ്റാനാണെങ്കിൽ എന്തിനാണ് കത്തോലിക്ക തിരുസഭയ്ക്ക് ഒരു ഔദ്യോഗിക പ്രബോധന ഗ്രന്ഥത്തിൻ്റെ ആവശ്യം? അന്ന് ഈ അത്തനേഷ്യസ് പിതാവും അതുപോലെ കർദിനാൾ റെയ്മണ്ട് ബുർഗ് ഇവരെ പോലെയുള്ള പിതാക്കന്മാരെല്ലാം സ്ട്രോങ് ആയിട്ട് തോന്നുന്നു, ഞങ്ങൾ എടുക്കില്ലെന്ന് പറഞ്ഞു. എന്നാൽ ഇത് പോയിട്ട് എടുത്ത് മാതൃക കാട്ടിയവരും ചുരുക്കമല്ല. അപ്പോൾ ഇതാ ആസ്ട്രാസെനെക്ക കമ്പനി കോവിഷീൽഡ് പിൻവലിച്ചിരിക്കുന്നു. അപ്പോൾ അന്ന് വാക്സിൻ എടുക്കാൻ നിർബന്ധിച്ചവരും പ്രത്യേകിച്ച് കത്തോലിക്കരായിട്ടുള്ളവർ ഓർക്കുക, നിങ്ങൾ ചെയ്തത് മാരക പാപമാണ്. ഇന്ന് നിങ്ങളുടെ ശരീരത്തിൽ ഓടുന്നത് 1970ൽ കൊന്ന ആ പെൺകൊച്ചിൻ്റെ ഭ്രൂണാവശിഷ്ടങ്ങളാണ്. ഇന്ന് ആ കുട്ടി 19 വയസ്സുള്ള ഒരു വീട്ടമ്മയോ ഒരു കന്യാസ്ത്രീയോ ആരെങ്കിലുമൊക്കെ ആവേണ്ടതായിരുന്നു. അതിനെ കൊന്ന അവശിഷ്ടങ്ങളാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്. അനുദപിക്കുക. ഇനി മേലിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യില്ല എന്നും ജീവൻ്റെ മൂല്യത്തെ ഉയർത്തിപ്പിടിക്കുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്യുക. നമുക്ക് വേണ്ടത് ഒഴുക്കിനൊത്ത് നീന്തുന്നവരെയല്ല, ഒഴുക്കിനെതിരെ നീന്തുകയും
പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ഇത്തരത്തിലുള്ള വഞ്ചനകൾ നേരത്തെ തിരിച്ചറിയുന്ന അധികാരികളുമാണ് വിവ ക്രിസ്റ്റോറെ.